ഇലക്ട്രിക് ഫീൽഡ്സ് ഇൻ മാറ്റർ. അടുത്തതായിട്ട് 3 ഇലക്ട്രിക് വെക്റ്റേഴ്സ്. നമ്മൾ 2 വെക്റ്റർ ഓൾറെഡി കണ്ടതാണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ E ആൻഡ് പോളറൈസേഷൻ വെക്റ്റർ P. Then the third one is displacement vector D. ഇലക്ട്രിക് ഫീൽഡ്സ് ഇൻ മാറ്റർ ആയിക്കോട്ടെ, ഇലക്ട്രോഡൈനാമിക്സ് ആയിക്കോട്ടെ, നമുക്ക് വേണ്ടി വരുന്ന 3 വെക്റ്റേഴ്സാണ് E, D ആൻഡ് P. ഇത് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടാണ് എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ ഡിഫൈൻ ചെയ്ത് പോകുന്നത്. ഇനി ഡിയുടെ ഫിസിക്കൽ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ദീസ് 3 വെക്റ്റേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഡൈലക്ട്രിക് സ്ലാബ് 2 പാരലൽ പ്ലേറ്റ് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ വെച്ചതായിട്ട് അസ്യൂം ചെയ്യുക. കൺസിഡർ എ ഡൈലക്ട്രിക് സ്ലാബ് placed in the gap between 2 oppositely charged parallel metallic plates. Let the field between the plates before introducing the dielectric വെക്കുന്നതിന് മുമ്പ് E0 ആയിരുന്നു, വെച്ചതിന് ശേഷമുള്ളത് E ആയിട്ട് മാറുന്നു. ഈ ഫീൽഡ് വ്യത്യാസം വരാൻ കാരണം ഓൺ ഇൻസേർട്ടിംഗ് ദ സ്ലാബ് ഇൻ ദ ഫീൽഡ് the surface charges get induced on both sides of the dielectric. പോസിറ്റീവ് ചാർജിനടുത്തുള്ള സർഫസിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ആയി പോകും. അതേപോലെ നെഗറ്റീവ് പ്ലേറ്റിനടുത്തുള്ള ഡൈലക്ട്രിക്കിൻ്റെ സർഫസിൽ പോസിറ്റീവ് സർഫസ് ചാർജസും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഡ്യൂസ്ഡ് ചാർജസും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇവിടുത്തെ ഗോഷ്യൻ സർഫസ്. These surface charges reduce the effect of E0 inside the dielectric. പിന്നെ അതിൻ്റെ പുതിയ ഫീൽഡിനെ നമ്മൾ E എന്ന് വിളിക്കുന്നു. Let Q be the charge on the metal plate and Q dash be the charge induced on the dielectric surface. നമ്മുടെ ആ ചിത്രത്തിലെ ആദ്യത്തെ മെറ്റൽ പ്ലേറ്റിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ചാർജ് Q, ഡൈലക്ട്രിക് സർഫസിൻ്റെ മുകളിൽ ഇൻഡ്യൂസ്ഡ് ചാർജ് Q ഡാഷ്. ദെൻ ദ ടോട്ടൽ ചാർജ്, ഒന്ന് മുകളിൽ പോസിറ്റീവ് അടിയിൽ നെഗറ്റീവ് അല്ലേ, അപ്പോൾ അത് ഡിഫറൻസ് ആണ് വരിക. ദെൻ ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് ഈസ് Q minus Q dash. Q and Q dash are in opposite direction. Then applying Gauss's law. Gauss's law പറയുന്നത് ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ E dot D is equal to ടോട്ടൽ ചാർജ് ബൈ എപ്സിലോൺ 0. ചാർജ് ഇപ്പോൾ എത്രയാണ് കണ്ടത്? Q minus Q dash ആണ്. Q minus Q dash by എപ്സിലോൺ 0. ഏരിയ ഓഫ് ദ പ്ലേറ്റ് A ആണെന്ന് അസ്യൂം ചെയ്യാം. E dot ds എന്തായിട്ട് മാറും? E പുറത്തേക്ക് എടുക്കാം. സർഫസ് ഇന്റഗ്രൽ ds will give area of the plate. E is equal to Q minus Q dash divided by എപ്സിലോൺ 0. ഒരു കണ്ടക്റ്റിംഗ് പ്ലേറ്റിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലി ദ വൺ സൈഡ് ആൻഡ് സർഫസ് ഈസ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു എ മാത്രം കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എപ്സിലോൺ 0 E is equal to Q minus Q dash by A. ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഈ ഇക്വേഷന് E is equal to Q minus Q dash by എപ്സിലോൺ 0നെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. എപ്സിലോൺ 0 E is equal to ഇവിടുത്തെ A പുറത്തേക്ക് കൊണ്ടുവന്നു. Q minus Q dash by A, ദാറ്റ് ഈസ് Q by A മൈനസ് Q dash by A എന്ന് എഴുതി കൂടെ. എന്നിട്ട് Q by A അവിടെ തന്നെ നിർത്തി. Q by A is equal to എപ്സിലോൺ 0 E plus Q dash by A. ഇനി Q dash by A നെ നമ്മൾ മാറ്റി എഴുതുകയാണ്. Q dash by A ഇൻറ്റു 1 തന്നെയല്ലേ. 1 എന്നുള്ളതിന് പകരം D by D എന്ന് കൊടുത്തു. D by D കൊടുക്കാൻ കാരണം Q dash ഇൻറ്റു D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡൈപോൾ മൊമെൻ്റ് ആണ്. അതേപോലെ A ഇൻറ്റു ഡിക്ക് പകരം വോളിയം എന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് എപ്സിലോൺ 0, അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ്, ഇൻഡ്യൂസ്ഡ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് ദ പോളറൈസേഷൻ P. എപ്സിലോൺ 0 E പ്ലസ് P എന്നായി മാറി. Q by A is equal to എപ്സിലോൺ 0 E പ്ലസ് P എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. The charge Q dash is the bound charge on the dielectric slab that causes polarization, but the charge Q is not the result of polarization. Charge Q is called the free charge or external charge. ആദ്യം ഉണ്ടായിരുന്നത് ഫ്രീ ചാർജ്, മെറ്റലിൻ്റെ പ്രോപ്പർട്ടി കാരണം അതിനുണ്ടായിരുന്ന ചാർജ്. Q may include electrons on a conductor or ions embodied in a dielectric or any other charge which is controlled externally. അതേസമയം Q dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ചാർജസ് ആണ്. If we represent E and P as vectors, ഇവിടെ ഇയും പിയും വെക്ടർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി Q by A വെക്ടർ ആയിരിക്കണം. ആ വെക്ടറിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ D എന്ന് വിളിക്കുന്നത്. അപ്പോൾ D is equal to എപ്സിലോൺ 0 E plus P എന്ന് എഴുതാം. D is equal to epsilon 0 E plus P. The displacement vector D is a macroscopic quantity
അതിൻ്റെ യൂണിറ്റ് എന്താ വരിക? Q/A അല്ലേ, അപ്പോൾ C കൂളും പെർ മീറ്റർ സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് മാഗ്നിറ്റ്യൂഡ് വരിക. These three vectors E, P and D are very important in the study of polarized objects. ഈ ചിത്രത്തിൽ നമ്മൾ ഈ 3 വെക്ടേഴ്സിൻ്റെയും ഒരു മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. D = ε0 E + P. ഡിയിൽ 4 വെക്ടേഴ്സ് ഉണ്ട്, ഇതിൽ 2 എണ്ണം, ഇതിൽ 2 എണ്ണം. എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് നോക്കുക. The figure gives a schematic representation of these 3 vectors. It can be seen from the figure that D is continuous. D എന്ന വെക്ടർ കണ്ടിന്യൂസ് ത്രൂ ദ ഡൈലക്ട്രിക്. D കണക്ട്സ് ഫ്രീ ചാർജസ്, അതായത് ഇവിടുത്തെ ഫ്രീ ചാർജസ് ആണ് പ്ലസ് ചാർജസ് മുകളിൽ ഉണ്ടായിരുന്നത്, അത് മൈനസ് ചാർജസിനായിട്ട് കണക്ട് ചെയ്യുന്നു. D originates from free charges and terminates at free charges. ഫ്രീ ചാർജസിൽ നിന്ന് തുടങ്ങി ഫ്രീ ചാർജസിൽ അവസാനിക്കുന്നു. ഇനി അടുത്തത് പോളറൈസേഷൻ P. പോളറൈസേഷൻ എന്ന് പറയുന്നത് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് തൊട്ട് പോസിറ്റീവ് ചാർജ് വരെയാണ് ഈ പോളറൈസേഷൻ വെക്ടർ ആക്ട് ചെയ്യുന്നത്. P originates from bound charges. ഈ ബൗണ്ടറിയിലുള്ള ചാർജസ് ആണ് ബൗണ്ട് ചാർജസ്. P originates from bound charges and terminates at bound charges. ഒറിജിനേറ്റ് ചെയ്യുന്നതും ടെർമിനേറ്റ് ചെയ്യുന്നതും ബൗണ്ട് ചാർജിൽ തന്നെ. On subtracting P vectors from D vector, we get ε0 E vector. Bound charges are due to the response of the system and their amount and distribution are controlled by the properties of the system. അപ്പോൾ ഇതിൽ D മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ഈ പോളറൈസേഷൻ മൈനസ് ചാർജ്, അതായത് ബൗണ്ട് ചാർജിൽ നിന്ന് തുടങ്ങി ബൗണ്ട് ചാർജിൽ അവസാനിക്കുന്നു. ε0 ഈ പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജിൽ തുടങ്ങി ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ആ വെക്ടർ ഇവിടെ തന്നെ അവസാനിച്ചു. ഇവിടെ അതേപോലെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് അവസാനിക്കുന്നു. അടുത്തത് പോസിറ്റീവ് ടു നെഗറ്റീവ്. ചിത്രം നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, ദെൻ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ബൗണ്ട് ചാർജസ്. വി ഷോ ദാറ്റ് ദ പോളറൈസേഷൻ ഓഫ് എ ഡൈലക്ട്രിക് സ്ലാബ് is due to the bound charges on the surface. അത് യൂണിഫോം ആണെങ്കിൽ കേസിൽ മാത്രമേ ഉള്ളൂ. But in general, the bound charges may be present both on the surface and inside the dielectric. Consequently, there are 2 types of bound charges, namely surface bound charge പിന്നെ വോളിയം ബൗണ്ട് ചാർജ്. അതിൻ്റെ ഉള്ളിലുള്ളതിനെ വോളിയം ബൗണ്ട്, അതിൻ്റെ വോളിയത്തിലുള്ളത്. In the case of a uniformly polarized object, only surface bound charges causes polarization. യൂണിഫോം പോളറൈസേഷൻ അല്ല എന്നുണ്ടെങ്കിലാണ് ഈ വോളിയം ചാർജസ് വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പോളറൈസ്ഡ് യൂണിഫോംലി പോളറൈസ്ഡ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. ദ നെറ്റ് ചാർജ് ഇൻസൈഡ് എനി വോളിയം ടേക്കൺ ഇൻസൈഡ് ദിസ് ഒബ്ജക്റ്റ് ഈസ് 0. ഉള്ളിലുള്ള നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയൊക്കെ ആയിട്ട് ക്യാൻസലായി പോകും. അതിൻ്റെ സർഫസിലാണെങ്കിൽ ചാർജ് ഉണ്ട്. The unbalanced charges reside only on the surface. Therefore, the field produced due to this polarized object is due to the charges bound on the surface. ഈ ഫസ്റ്റ് ടേം ഓഫ് ഇക്വേഷൻ 13 നമ്മൾ നേരത്തെ കണ്ടു. സർഫസ് ചാർജാണ് ഈ ഫസ്റ്റ് ടേം, സർഫസ് ചാർജ്. രണ്ടാമത്തെ ടേം വോളിയം ചാർജ്. ഇൻ ദ കേസ് ഓഫ് നോൺ യൂണിഫോംലി പോളറൈസ്ഡ് ഒബ്ജക്ട്സിലാണ് ബൗണ്ട് ചാർജസ് അതിൻ്റെ അകത്തും പ്രസൻറ്റ് ഇൻസൈഡ് ദ ഡൈലക്ട്രിക് ഓൾസോ. ഇത് നോൺ യൂണിഫോംലി പോളറൈസ്ഡ് ആണ്. In such cases, one has to consider the field due to this volume bound charges follow. This is given by the second term. ഈ second term ആണ് volume bound charges. The figure shows the cross section of a dielectric cylinder with polarization P is equal to P. There is no polarization along the axial or azimuthal direction. Then minus del dot P is equal to minus P by rho.